ഹലോ. PC ജോർജ് വീണ്ടും വായ്ത്താളം അടിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? PC ജോർജ് അടങ്ങുന്ന? ഒരിക്കലുമില്ല. PC ജോർജ് അടങ്ങില്ല. PC ജോർജ് വെല്ലുവിളിക്കുന്ന കോടതിയാണ്, ഇവിടുത്തെ നിയമവ്യവസ്ഥയാണ്. ഇപ്പം അയാൾക്ക് നെഞ്ചുവേദനയുമില്ല, അയാളുടെ ECG വേരിയേഷനുമില്ല, അയാൾക്ക് ഒരു കുത്തിക്കഴപ്പുമില്ല. അയാൾ ഇരുന്നു കൊണ്ട് വീണ്ടും വായ്ത്താളം അടിക്കുകയാണ്. അയാൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രണ്ട് കാര്യങ്ങളും ചർച്ച ചെയ്യാം. അതിനു മുൻപ് ഒരു വിഷയം. കാമിത അവിടെ ഇരുന്നു കൊണ്ട് ഈരാറ്റുപേട്ടയിൽ പിടിക്കപ്പെട്ട ഷിബിൻ സ്വദേശിയായ ഫൈസി ഇടുക്കി വണ്ടൻമേട് വെച്ചാണ് പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ ഡിറ്റക്ടറും 200 മീറ്റർ തിരിയും ഇലക്ട്രിക് ഡിറ്റക്ടർ അങ്ങനെ എന്തൊക്കെ കുറേ സാധനങ്ങൾ പിടിച്ചു എന്ന് പറയുന്നു. സ്ഫോടനം, നമ്മുടെ നാട്ടിലൊരു സ്ഫോടനം നടത്താൻ തക്കവണ്ണമുള്ള, പ്രത്യേകിച്ച് കേരളം ഒന്നാകെ കത്തിത്തീരാൻ തക്കവണ്ണമുള്ള സാധനങ്ങൾ ഇവിടെ സപ്ലൈ ചെയ്യുന്നു എന്നാണ് ഈ പുള്ളി പറയുന്നത്. കേൾക്കാം. വീണ്ടും വിവാദ പ്രസംഗവുമായി PC ജോർജ്. കേരളത്തിൽ ലവ് ജിഹാദ് വർദ്ധിക്കുന്നുവെന്ന് PC ജോർജ്. മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടെന്ന് ജോർജ് ആരോപിച്ചു. ക്രിസ്ത്യാനികൾ 24 വയസ്സിന് മുൻപ് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ തയ്യാറാകണമെന്നും ജോർജ് പറയുന്നുണ്ട്. ബിദിൻ ദാസാണ് വിവരങ്ങളുമായി ചെയ്യുന്നത്. ബിദിൻ, ഒരു ചാനൽ ചർച്ചയിലൂടെ നടത്തിയ മതനിന്ദയ്ക്ക് പിന്നാലെ ജാമ്യത്തിൽ ഇറങ്ങിയതേയുള്ളൂ. നമുക്ക് ബിദിനിലേക്ക് വരാം. അതിനു മുൻപ് PC ജോർജിന്റെ വാക്കുകളിലേക്ക്. ഈരാറ്റുപേട്ട നടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ ഈ കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടവസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കുക. കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുണ്ട് സ്ഫോടവസ്തുക്കളാണ്. അതെവിടെ കത്തിക്കാനാണെന്നൊക്കെ എനിക്കറിയാം. അതിന് വിശ്വാസം ഞാൻ ഇവിടെ കിടക്കുന്നില്ല. ഇതെങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പെൺകുട്ടികളുടെ മുക്കിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഇവിടെ പരസ്യമായിട്ടൊന്നും പറയുന്നത് വളരെ ഗതികെട്ട നിലയിലാണ്. 400ഓളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചിൽ താലൂക്ക് മാത്രം. എത്രത്തെ തിരിച്ചു കിട്ടി? 41 തിരിച്ചു സമയത്തുള്ള ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല. പിന്നെ വേറൊരു വലിയ കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലെന്ന്. ഈ ക്രിസ്ത്യാനി എന്തിനാ ഒരു 25-30 പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി, കൊച്ചു വയസ്സ് 25, ഇന്നലെ അത് 9:30 പോയത് തപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു 25 വയസ്സിലെ പെൺകുഞ്ഞെ പിടിച്ചു വെച്ചാൽ അപ്പറിട്ട് അടി കൊടുക്കണ്ടേ? അതിനെ കെട്ടിച്ചുവിടാൻ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നം. എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുമ്പോൾ. നിങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടത് ക്രിസ്ത്യാനികൾ നിർബന്ധമായി ഒരു 24 വയസ്സിനകം ഒരു പെൺകുട്ടിയോടെ കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോട്ടൊരു കുഴപ്പമില്ല. അത് ക്രൈസ്തവ സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു. അപ്പൊ ഇതിൽ പറയുന്ന പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ഫോടക വസ്തുക്കൾ സ്പ്രെഡ് ചെയ്യുന്നു. അത് ഷിബിൻ എന്ന് പറയുന്ന ഇത് ഇസ്ലാം നാമധാരിയായ 2 പേരെയാണ് അത് ചെയ്തിട്ടുള്ളതെന്നാണ് പുള്ളിയുടെ കണ്ടുപിടുത്തം. അതിനുശേഷം വന്ന ന്യൂസ് റിപ്പോർട്ടാണ് ഞാൻ ഇവിടെ വയ്ക്കുന്നത്. ഇതിനകത്ത് 3 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. പിടിയിലായ ആൾക്കാരുടെ പേര് ജോസഫ്, റോയ്, ബിജു. 3 പേരെ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ മുകളിൽ പള്ളിക്കത്തോട് ഇലക്ട്രിക് ഡിറ്റക്ടർ അതും പിന്നെ തിരിയും ആയിട്ട് തേനി സ്വദേശിയെ പിടിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. തേനി സ്വദേശി സുരേന്ദ്രൻ മുത്തയ്യ 52 വയസ്സുള്ള അങ്ങേരെയും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈരാറ്റുപേട്ട സ്വദേശിയായ ശിബിലിയെയും തിക്കോയി സ്വദേശിയായ ഫൈസിയെയും പിടിച്ചപ്പോഴത്തേക്കാണ് ഈ വിഷയം കാമിത ഇതാക്കുന്നത്. ആൻഡ് കാമിത അതെടുത്ത് വെച്ച് സബ്ജക്റ്റ് ആക്കിക്കൊണ്ട് അവിടെ കിടന്ന് വായ്ത്താളം അടിക്കുന്നുണ്ട്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഞങ്ങൾ അതിൻ്റെ ഫോളോ അപ്പിലാണ്. അത് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. ഈ പറയുന്ന വ്യക്തികളെ പിടിക്കപ്പെട്ടപ്പോൾ ഇതിനകത്ത് 2 വ്യക്തികളെ വെച്ച് ഒരു സമുദായത്തിനെ അവഹേളിക്കുന്ന തരത്തിൽ 2 പേരും പരാമർശങ്ങൾ നടത്തുകയാണ്. നല്ല കാര്യം, നിങ്ങൾ അങ്ങനെ നീണാൽ വാഴട്ടെ, ഞങ്ങൾക്ക് അതിനകത്തൊന്നുമില്ല. വാസ്തവത്തിൽ ഈരാറ്റുപേട്ട ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ കുറേ ഇതേപോലുള്ള കോറികളുണ്ട്. അപ്പോൾ കോറികൾക്കെതിരെ ഇവർക്ക് വായി തുറക്കാൻ ഒക്കാത്തത് കൊണ്ട് അത് ഇസ്ലാമിൻ്റെ തലയിൽ കൊണ്ടുവച്ചിട്ട് അത് വേറൊരു പ്രശ്നമാക്കി വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി ആണാഗുണ ഗണസാഗുണസ ആക്കുന്നേ ഉള്ളൂ. ഇത് കോറിയിലേക്ക് വന്ന മരുന്നുകളാണ്. കോറി കല്ല് എടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരി നീട്ടി വെച്ചിട്ട് തിരിക്കകത്ത് കത്തിച്ച് വിട്ട് അത് പൊട്ടിച്ച് എടുത്താലേ പാറ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് കോറിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്, അല്ലാതെ അതിനകത്ത് വേറെ ഒരു വലിയ കാര്യമൊന്നുമില്ല. എനിവേ, അതെന്തായാലും പോലീസിന്റെ ഉത്തരവാദിത്തമാണ് തെളിയിക്കാൻ. എന്തിനു കൊണ്ടുവന്നു, ആർക്ക് കൊണ്ടുവന്നു, എന്താണ് ഉപയോഗം, ഇന്ത്യ മൊത്തം കത്തിക്കാനാണോ അല്ലെ കേരളം കത്തിക്കാനാണോ അതോ കുറച്ച് സ്ഥലം നമ്മുടെ കോട്ടയം ജില്ല മാത്രം കത്തിക്കാനാണോ എന്നുള്ളത് പോലീസ് തീരുമാനിച്ചു കൊണ്ടുവരട്ടെ എന്ന് മാത്രം പറയുന്നു. അത് അവിടെ മറ്റൊരു വിഷയമായി നിൽക്കുന്നു. പിന്നെ നമുക്ക് ഈ ലവ് ജിഹാദിലേക്ക് വരാം. എന്തോ ലവ് ജിഹാദ്. അല്ല, ഇത് പറയാൻ താങ്കൾക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടോ PC എന്നാ? ഇയാള് ഈ ലവ് ജിഹാദ് പറയുമ്പോൾ ഇയാളുടെ വീട്ടിൽ വലിയൊരു ജിഹാദ് ഇരിപ്പുണ്ട്, അൽഫോൺസ എന്ന പേരിൽ. ഹിന്ദുമത വിശ്വാസിയായ പാർവതി കൊച്ചിനെ അൽഫോൺസയാക്കി ചേർത്ത് പിടിച്ച് മോനെ കൊണ്ട് കെട്ടിച്ചു കൊടുത്ത വൃത്തികെട്ട ഈ മതം മാറ്റൽ ഇതിനകത്ത് മെച്ചപ്പെട്ട ഒരു കുടുംബമായ വൃത്തികെട്ട കുടുംബമായ ഇങ്ങേരു കുടുംബം കൂടെ എന്ത് വൃത്തികേടാണ് ഈ പറയുന്നത്. അതുപോട്ടെ, അൽഫോൺസാമായ അവർ തമ്മിൽ പ്രണയിച്ചു, അവർക്ക് അങ്ങനെ ആവണം. പ്രത്യേകിച്ച് ഹിന്ദു മതത്തിലല്ലാതെ ക്രൈസ്തവ മതത്തിലും ഇസ്ലാം മതത്തിലും ഒരു പ്രശ്നമുണ്ട്. പാർട്ട്ണറും ജാതി മാറിയേ പറ്റുള്ളൂ. മതം മാറാതെ പാർട്ട്ണറെയും വിവാഹം കഴിപ്പിച്ചു കൊടുക്കത്തില്ല. ഇപ്പം മുസ്ലിം മതത്തിലൊരു ആണ് വീട്ടിൽ ഒരു പെണ്ണെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഏത് മതത്തിലെയാണെന്ന് അവർ ചോദിക്കും. അവരുടെ മതത്തിലേക്ക് മാറ്റിയാൽ മാത്രമേ വിവാഹം അവർ നടത്തി കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട് ജീവിക്കാം. പള്ളിയിൽ നടത്തത്തില്ല. സെയിം തിങ് തന്നെയാണ് ക്രിസ്ത്യാനികൾക്കും. അവിടെ കുർബാന കൊള്ളണമെങ്കിൽ അല്ലെങ്കിൽ പള്ളിയിലെ ചർച്ചിൽ വെച്ചിട്ട് ആ വിവാഹം നടത്തണമെന്നുണ്ടെങ്കിൽ അവളെ മാമോദിസ മുക്കി, അല്ലെ അവളെയോ അവനെയോ മാമോദിസ മുക്കി ക്രൈസ്തവ മതത്തിലേക്ക് ചേർത്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ.
ഇപ്പൊ മനസ്സിലായില്ലേ? ഈ 2 വിഷയങ്ങളിലും രണ്ടും അങ്ങനെയാണ്, മാൻഡേറ്ററി. എനിവേ, അപ്പോൾ അവിടെ നിർബന്ധിത മതപരിവർത്തനം കമ്പൽസറി ആണ് എപ്പോ ലവ് ആണ് വിഷയമെങ്കിൽ. മറ്റൊരു രീതിയിൽ അവർ ചെയ്യത്തില്ല. അത് ചെയ്യുന്നത് ക്രൈസ്തവരാണ്. അതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ ഹിന്ദു മത വിശ്വാസികൾ മതം മാറിപ്പോകുന്നത് ക്രിസ്ത്യൻ മതത്തിലേക്കാണ്. ഏറ്റവും കൂടുതൽ ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ 5 വർഷത്തെ സർവേ എടുക്കുമ്പോൾ ഈ സർവേയിൽ 5 വർഷത്തെ സർവേയിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വന്നത് ക്രൈസ്തവ മതത്തിൽ നിന്നാണ്. അപ്പൊ കൂടുതൽ പോയത് ക്രിസ്ത്യാനിയായിട്ട് തിരിച്ചു വന്നതും ക്രൈസ്തവ മതത്തിലേക്കാണ്. ഇനി തെളിവിന് വേണ്ടി വേറൊരു കാര്യം പറയാം. പൊയ്കയിൽ അപ്പച്ചൻ, ഇയാൾ അങ്ങും ഇങ്ങും പിന്നും പേർത്തൊന്നും ഓടണ്ട. ഈരാറ്റുപേറ്റെ കിടന്നുകൊണ്ട് ഈ വെപ്രാളം കാണിക്കുന്ന ഇയാൾ ജസ്റ്റ് തിങ്ക് ചെയ്താൽ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഹിന്ദു മതത്തിൽ നിന്ന് എടുക്കുന്നത് ക്രിസ്ത്യൻസിലേക്കാണ് എന്നും അതിൽ നിന്ന് വിട്ടുമാറി പൊയ്കയിൽ അപ്പച്ചനെ പോലുള്ളവർ അതിനകത്തും ജാതി വാഴ്ച ഉണ്ട് എന്ന് തെളിയിക്കുകയാണ് ചെയ്തത്. പഴയ സമുദായത്തിലുള്ള കുറെ മനുഷ്യർക്കൊപ്പം ഈ മതത്തിലേക്ക് വരികയും അവിടെയും ഇവൻ ജാതി മാറി വന്ന ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഷെഡ്യൂൾ ക്രിസ്ത്യാനി എന്ന ലെവലിൽ അറിയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്ന്. ലത്തീൻസ് വേറെ, യാക്കോബ വേറെ, മാർത്തോമ വേറെ, ഈ കാറ്റഗറൈസേഷൻ അവർക്കിടയിലുണ്ട്. ക്രിസ്ത്യാനി എന്ന് പൊതുവായി അവർ പറയത്തില്ല. ഇവരിങ്ങനെ അവരിങ്ങനെ എന്ന് പറയാറുണ്ട്. അത് മാത്രമല്ല, താഴ്ന്ന വിഭാഗത്തിന് അവർ പ്രത്യേക താഴ്ന്ന ക്ലാസ് ആയിട്ട് തന്നെ അവർ കൺസിഡറും ചെയ്യും. മറ്റേത് ബ്രാഹ്മണന്മാർ മതം കൂടിയെന്നാണ് പറയുന്നത്. 5-ാം നൂറ്റാണ്ടിൽ ഇവിടെ ബ്രാഹ്മണം വന്നതേ ഉള്ളൂ. അതിന് മുമ്പ് വന്നതാണ് മറ്റേ തോമാസ് ലീഹ ഇവിടെ വന്നതിന് തെളിവില്ലെന്ന് പോപ്പണ്ണം വരെ പറഞ്ഞാലും ഇവന്മാർ സമ്മതിക്കത്തില്ല. ആകെ മൊത്തത്തിൽ ഈ പറയുന്ന മതസമൂഹത്തിലേക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ എടുക്കുന്ന ഒരു രീതി ഇവർക്കുണ്ട്. മതം മാറ്റാൻ വേണ്ടി തന്നെ മിഷണറി പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. അതിവിടെ എന്നല്ല, ലോക രാജ്യങ്ങളിലെമ്പാടും അവരത് ചെയ്തു വരുന്നുമുണ്ട്. പൈസ കൊടുത്തും തവിട് കൊടുത്തും ഒക്കെ അവർ ഒപ്പിച്ചു കൊണ്ടുപോകുന്നുമുണ്ട്. അങ്ങനെ പോകുന്നവർ പോട്ടെ, ബോധമില്ലാത്തവരാണ് മറ്റൊരാളുടെ ബ്രെയിൻ വാഷിൽ മതമൊക്കെ മാറുന്നത്. മനുഷ്യന് ജീവിക്കാൻ മതമൊന്നും വേണ്ട. എനിവേ, ഈ വിഷയത്തിൽ ഇയാൾക്ക് നന്നായിട്ട് അറിയാം അയാളുടെ ഭാഗത്ത് യാതൊരു ന്യായവും ഇല്ല എന്ന്. പക്ഷെ വായ്ത്താളം അടിച്ചാൽ മാത്രമേ ഈ BJP നിലനിൽക്കാൻ പറ്റൂ. അപ്പൊ ചോദിക്കും, എന്തിനാ BJP നിലനിൽക്കുന്നത്? തീർച്ചയായിട്ടും BJP നിലനിൽക്കണം. കാരണം രാജ്യസ്നേഹം അയാൾക്കില്ല, അങ്ങനെയൊന്നും അയാൾക്ക് അവകാശപ്പെടാനില്ല. പക്ഷെ BJP നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിയെ ചീത്ത പറയണം എന്നാണ് നമ്മളും സംഘികളും തെറ്റിദ്ധരിക്കുന്നത്. ഇത് അതൊന്നുമല്ല. കാസാക്കുട്ടന്മാരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നൊരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് PC ജോർജ് ഇത് ചെയ്യുന്നത്. കാരണം കാസാക്കുട്ടന്മാർക്കായിരുന്നു ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ ഉണ്ടായിരുന്നത് വഖഫ് ബോർഡിന്റെ അധീനതയിലുള്ളത്. വെട്ടിപ്പിടിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു രീതിയാണ്. ഇപ്പോഴും ഒരു കുരിശ് എവിടെ കൊണ്ടുവച്ചിട്ട് എടുത്ത് ദൂരെ കളഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ്. എടുത്തുകൊണ്ട് പോയി കുരിശ് ഇവിടെ നടക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. പൊയ്കയിൽ അപ്പച്ചൻ, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ അമ്മയുമാണ് ദൈവം, ബാക്കിയെല്ലാം പോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ബൈബിൾ കത്തിച്ച വ്യക്തിയാണ് പൊയ്കയിൽ അപ്പച്ചൻ. പൊയ്കയിൽ അപ്പച്ചന്റെ കഥ മാത്രം വായിച്ചാൽ മനസ്സിലാകും ഇവർക്കിടയിലുള്ള ജാതീയ വ്യത്യാസങ്ങളും ഇവരെന്താണ് എന്നുള്ളതും. അപ്പം ഇതിനകത്ത് തെളിവ്, ഇതിൽ കൂടുതൽ തെളിവ് വയ്ക്കാക്കില്ല. സ്വന്തം വീട്ടിൽ തന്നെ അൽഫോൻസ ചേച്ചിയുണ്ട്. അപ്പോൾ ഇത്രയധികം തെളിവുകൾ ഉള്ളിടത്ത് ഇയാൾ പറയുന്നത് ആഭാസത്തരമാണെന്ന് സംഘികളെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ അവിടെ പറ്റിക്കുകയാണ്. വളരെ നന്നായി, വളരെ ശുഷ്കാന്തപരമായി നിങ്ങളെ പറ്റിക്കുകയാണ്. കാരണം നിങ്ങളുടെ ഫണ്ട് അത് ഭയങ്കര സംഭവമാണ്. നിങ്ങളെക്കാൾ കൂടുതൽ ഫണ്ട് അവർക്ക് കിട്ടുന്നത് കാസയിൽ നിന്നാണ്. അതിന്റെ തെളിവാണ് കാസ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ആരും നടത്താത്ത ഒരു ചർച്ച PC ജോർജ് ഫസ്റ്റ് തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ കൂടെ പറഞ്ഞു. വേറെ ആരെയും വിളിച്ചില്ല, പുള്ളി തനിച്ചിരുന്ന വായ്ത്താ പഠിച്ചത്. അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തം പുള്ളി ആരുടെ ഏജന്റ് ആണ് എന്നുള്ളത്. ഇനി അത് അവിടെ നിൽക്കട്ടെ. ഈ 2 വിഷയം പോട്ടെ. ഇനി ഇയാൾ പറയുന്നൊന്ന് കേട്ടു നോക്കൂ. 23 വയസ്സാകുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു വിടണ്ടേ? ആ മര്യാദ കാണിക്കണ്ടേ? 25 വയസ്സാകുമ്പോൾ എനിക്ക് തോന്നൂല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം. അവ ഒരു പെൺകൊച്ചിനെ ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുകയല്ലേ? ഇത് റിയാലിറ്റിയാണ്, മനുഷ്യസഹജമായ ദൗർബല്യങ്ങളാണ് ഇത്. എന്തല്ലേ 25 വയസ്സായ കൊച്ചിനെ കാണുമ്പോൾ എന്തോന്ന് തോന്നും പന്നക്കളവാ നിങ്ങൾക്ക്? എടാ പൊട്ടാ, എടാ നീ ഇതുവരെ നീ കണ്ണാടിയിലല്ല നിന്റെ സാധനം നേരെ ചെവി കണ്ടിട്ടുണ്ടാടാ മരപ്പൊട്ട. വയറും തള്ളി നടക്കുകയാണ്. ഒരു 2 അടി നടന്നാൽ കിതച്ച് താഴെ വീഴും. എൻ്റെ ഓർമ്മ മുഴുവൻ 25 വയസ്സായ കൊച്ചുങ്ങളെ കാണുമ്പോഴത്തേക്ക് അവർക്ക് എന്തിനാ ഇളക്കം വരുമെന്ന്. അതുപോലെ പെണ്ണുങ്ങൾക്കും വരുമെന്ന്. കണ്ടുപിടുത്ത ഭയങ്കര കണ്ടുപിടുത്ത. വയസ്സും പ്രായവും ആയാലും കുത്തിക്കഴപ്പ് തീരാതെ ഇങ്ങനെ നടക്കുന്നു. എന്തായാലും ഈർക്കിൽ പ്രയോഗം നടത്തിയാൽ മാത്രമേ ഇത് എഴുന്നേൽക്കുക പോലുള്ളൂ. അങ്ങനെയുള്ള ഒരു വൃത്തികെട്ടവൻ ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്നുള്ളതാണ്. ഇവന്റെ വായിൽ നിന്ന് നല്ലത് വരും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലും തെറ്റാണ്. എനിവേ, നമുക്ക് ആ വിഷയത്തിലേക്കൊക്കെ ഒന്നും പോകാതെ എല്ലാം വിട്ടിട്ട് എല്ലാം മാറ്റി കളഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. മറ്റുള്ളവർ എങ്ങനെ പ്രതികരിക്കുന്നു, മറ്റുള്ളവർ ഇതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം. ആക്ച്വലി ഞാൻ ഔട്ട്സൈഡ് ഹോമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് കൂടുതൽ ഡെപ്തിലേക്ക് ഇറങ്ങി പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ചെറുതായിട്ട് ഇത് പറഞ്ഞു വെക്കുന്നു എന്നേ ഉള്ളൂ. ഡീറ്റെയിൽ വേർഷൻ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ എനിക്കറിയാം ഒരുപാട് പേര് ഡിസപ്പോയിന്റഡ് ആകുന്നുണ്ട്, അയാൾ വീണ്ടും വീണ്ടും മതത്തിനെ അവഹേളിക്കുന്നുണ്ട്. എപ്പോ നീതി നിഷേധങ്ങൾ നടക്കുന്നുവോ നീതി നടപ്പിലാക്കാൻ ഒരാളുണ്ടാകും, അല്ലെങ്കിൽ ഒരു അവതാരം ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്ന പൊളിറ്റിക്സ്. അപ്പോൾ ആ പൊളിറ്റിക്സിനെ നിങ്ങൾ വിശ്വസിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് മാറും, ഇത് അടപടലം മാറും.
ഇയാളുടെ കള്ളക്കളികൾ പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങളത് കേൾക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും കൃത്യമായ വിവരണമായിരിക്കും, എവിഡൻസ് വെച്ചിട്ട്. അപ്പോൾ മനസ്സിലാകും ഇവൻ എന്താണെന്ന്, ഇവന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളത്. നിരന്തരമായി ഇസ്ലാമിനെ അവഹേളിക്കുമ്പോൾ, ഇസ്ലാമിയർ ചേർന്ന് കേസ് കൊടുക്കുമ്പോൾ, ഇരവാദം പറഞ്ഞുകൊണ്ട് ഇനി അതിന്റെ രീതിയിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അടിച്ചെടുക്കാനാണ് ഇവൻ നോക്കുന്നതെങ്കിൽ ഒന്നും പറയാനില്ല. അത്രയേ ഉള്ളൂ അവന്റെ ക്വാളിറ്റി എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മൗനമാകുന്നതായിരിക്കും വൃത്തി. ഈ വിഷയത്തിന് എഗൻസ്റ്റ് ആയിട്ട് മുസ്ലിം ലീഗിന്റെ ആളുകൾക്ക് കേസ് കൊടുത്തിട്ടുള്ളതാണ് അറിയുന്നത്. പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇയാളെ ജാമ്യത്തിൽ വിടരുത് എന്ന് കീഴ്ക്കോടതി നിർദ്ദേശിക്കുമ്പോഴും ഹൈക്കോടതി അയാളുടെ ECG വേരിയേഷൻ കൊണ്ട് അയാളെ വിടുമ്പോൾ അയാൾ ഇറങ്ങി വീണ്ടും ഇത് ചെയ്യും. അത് കോടതി ലക്ഷ്യത്തിന് തുല്യമാണെന്നുള്ള ബോധം കോടതിക്ക് വേണം. കോടതിക്ക് അതില്ലാത്തിടത്ത് നമുക്കൊന്നും പറയാനൊക്കത്തില്ല. ഇതൊരു തുടക്കമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ബാധിക്കും എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള ഒരു നീതിന്യായ വ്യവസ്ഥ നമുക്ക് ഇല്ലാതെ പോയത് കൊണ്ടാണ് നമ്മൾ ഇത് വീണ്ടും വീണ്ടും കേൾക്കേണ്ടി വരുന്നതെന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇവന്റെ വീട്ടിൽ തന്നെയുണ്ട് ലവ് ജിഹാദ്. ഇവന്റെ വീട്ടിൽ തന്നെയുണ്ട് സാർവത്രികമായ എല്ലാ തെറ്റുകുറ്റങ്ങളുടെയും മൂല്യ സാധനം. 25 വയസ്സാവുന്ന പെണ്ണിനെ കാണുമ്പോൾ അതും ഇതുമൊക്കെ തോന്നും എന്ന് പറഞ്ഞ ഇവൻ ബലാത്സംഗിയായ ഫ്രാങ്കോയെ സംരക്ഷിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ. വയറും ചാടി ചാവാൻ കാലിൽ നീട്ടിയിരിക്കുന്ന ഇവന് 25 വയസ്സുള്ള കുട്ടികളെ കാണുമ്പോൾ എന്തോ തോന്നുമെന്നാ പറയുന്നത്. ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. എനിക്കിതിനകത്തൊരു മറുപടിയുമില്ല. അങ്ങനെ ഒരു കാമഭ്രാന്തൻ.